എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പോക്സോ നിയമത്തിലെ മൂന്നാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2021 മുതൽ 25 വരെ 7ാം ക്ലാസ് നിലവാരത്തിലും 10ാം ക്ലാസ് നിലവാരത്തിലും +2 നിലവാരത്തിലും ഡിഗ്രി നിലവാരത്തിലും PSC നടത്തിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇന്നത്തോട് കൂടിയിട്ട് പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആകുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് നമ്മുടെ സീരീസിന്റെ പ്രത്യേകത എന്താണ്? 2021 ശേഷം 2021 മുതൽ 2025 വരെ നടത്തിയ എല്ലാ ചോദ്യപേപ്പറും ട്ടോ, എല്ലാ ചോദ്യപേപ്പറിനും ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ മുന്നിലെത്തുകയാണ്. അപ്പോൾ അതെന്തിനാ ഒരു ക്ഷമ ചോദിക്കുകയാണ്. കാരണം പോക്സോ ആക്ട് ഞാൻ 3 ക്ലാസ്സുകളായിട്ട് ചെയ്തു. പക്ഷേ ഇനി 3 ക്ലാസ്സുകളായിരിക്കില്ല. ഓരോ സബ്ജക്റ്റും ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ ചെയ്യും ട്ടോ. ഇനി ചിലപ്പോൾ ഒരു ദിവസം ക്ലാസ് ഇടാൻ വൈകിയാലും നിങ്ങൾ ഇതാക്കണ്ട. കാരണം ആ ഫുൾ ക്ലാസ് ഇടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ഒരൊറ്റ ക്ലാസ് കൊണ്ട് ഇനിയിപ്പോൾ അടുത്തത് ഇപ്പോൾ ഒരു വിവരാവകാശ കമ്മീഷനിൽ നിന്നാണ് ചോദ്യങ്ങളെങ്കിൽ ആ വിവരാവകാശ കമ്മീഷൻ ഒരൊറ്റ ക്ലാസ് കൊണ്ട് കംപ്ലീറ്റ് ആക്കും കേട്ടോ. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ നിന്നാണെങ്കിൽ അതൊരൊറ്റ ക്ലാസ്സിൽ അവിടെ കംപ്ലീറ്റ് ആക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ചെയ്തു പോകാം കേട്ടോ. അപ്പൊ ഇന്ന് പോക്സോ കഴിഞ്ഞു. സുപ്രധാന നിയമങ്ങളിലെ പോക്സോ ഇന്നത്തെ കഴിയും. നാളെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള സിനോണിയംസ്, ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ സിനോണിയംസും നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരാം കേട്ടോ. അങ്ങനെയാണ് ക്ലാസ്സുകളുടെ രീതി എന്ന് പറയുന്നത്. പിന്നെ ഇംഗ്ലീഷ് ക്ലാസ് നിർത്തിയോ എന്ന് കൂട്ടുകാർ ചോദിക്കുന്നവരോട് 2024 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, 2025 കംപ്ലീറ്റ് ചെയ്തു. 2021 ശേഷം 23 വരെ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ നിർത്തിയതല്ല കേട്ടോ. 2021 മുതൽ 25 വരെ നടത്തിയിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇനി ഒന്നുകൂടി എളുപ്പത്തിൽ പഠിക്കേണ്ട രീതിയിൽ 21 മുതൽ 25 വരെ ആക്റ്റീവ് വോയിസിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ അതിന്റെ എല്ലാ മോഡലും, ഏതൊക്കെ എക്സാമിന് എന്തൊക്കെ ചോദിച്ചു എല്ലാ ആക്റ്റീവ് വോയിസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും വരും. ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഏതൊക്കെ മോഡലാണ് ചോദിച്ചത്, ആ ക്വസ്റ്റ്യൻ എന്ത് ചോദിച്ചോ PSC അത് നിങ്ങളുടെ മുന്നിൽ അങ്ങോട്ട് ഇട്ടു തരും. മനസ്സിലായോ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് തന്നെ ചിലപ്പോ നമുക്കൊരു 10, 60, 70 ക്വസ്റ്റ്യൻ ഉണ്ടാവും പഠിക്കാൻ. 10, 70 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ക്വസ്റ്റ്യൻ ടാഗ് അവിടെ എന്തായി, കംപ്ലീറ്റ് ആയി. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരിചയപ്പെടുകയും ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ നിർത്തിയതല്ല കേട്ടോ മക്കളെ, നിർത്തിയതല്ല. നിങ്ങളുടെ മുന്നിലേക്ക് എത്തും കേട്ടോ, ക്ലാസ്സുകൾ എത്തും. IT-ന്നും കലാസാഹിത്യം സംസ്കാരത്തും ഇംഗ്ലീഷ് മലയാളം എല്ലാം കേട്ടോ പര്യായ പദങ്ങൾ ക്ലാസ്സുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്, സിനോണിയംസ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് താഴെ കമന്റ് ഒക്കെ ഒന്ന് ഇടുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഇത്ര മാത്രം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ചെയ്തു തന്നാൽ മതി. നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് പോകാം കേട്ടോ നല്ല രീതിയിൽ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പോക്സോ എന്താണ് നമ്മളിപ്പോൾ നോക്കുക, ഒരു പോക്സോ നമ്മളൊരു PDF എടുക്കില്ലേ. ഞാൻ സത്യം പറയാലോ, ഇപ്പോ ഇങ്ങനെ പഠിക്കുമ്പോ നമ്മുടെ നിലവാരം എന്ന് പറയുന്നത് ചെറുതല്ല. ഞാൻ ഈ ക്ലാസ് ഇട്ടു എന്ന് പറഞ്ഞിട്ടോ ഒരിക്കലും ഈ ക്ലാസ്സിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടോ ഞാൻ പറയുന്നതല്ല കേട്ടോ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോ എന്താ പറയുക ഗതികെട്ട സാഹചര്യങ്ങൾ നമുക്ക് ഓരോന്നുണ്ടാവും. നമ്മൾ അതൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ വരുന്നത് അല്ലേ. നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക കേട്ടോ. കാരണം ഇപ്പൊ നോക്കിയോ, ഞാൻ ഈ പോക്സോ ഇന്നത്തെ ക്ലാസ് എടുത്തിട്ട് നമ്മൾ 1ാമത്തെ ക്ലാസ്സിലും 2ാമത്തെ ക്ലാസ്സിലും ഇട്ടതും 3ാമത്തെ ഇന്നത്തെ ഇരുന്ന ക്ലാസ് ഒന്നും കൂടിയിട്ട് എന്ത് ചെയ്താ ആ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരാം. അപ്പൊ നിങ്ങളൊന്ന് നോക്കുക, നമ്മൾ ഒരു PDF മുഴുവൻ ഇരുന്ന് പഠിച്ച് ഉപഭോക്തൃ സംരക്ഷണ നിയമം പഠിച്ച് വിവരാവകാശ നിയമം പഠിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ PDF പഠിച്ച് ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ, അയ്യോ പോക്സോ നിയമത്തില് അതൊക്കെ മറന്നിട്ടുണ്ടാവൂല്ലേ PDF. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു നോക്ക്, നമുക്ക് അങ്ങനെ ബാക്കോട്ടൊരു ചിന്ത ഉണ്ടാവില്ല, പേടി ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് അത് മനസ്സിലായി വരും ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ. നോക്കിക്കോട്ടെ, അത് നിങ്ങൾ തന്നെ പറയും, മിസ്സേ ഇതാണ് സൂപ്പർ എന്ന് നിങ്ങൾ പറയും. നോക്കിക്കോട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നോക്കൂ മക്കളെ, പോക്സോ ആക്ട് 2012 അനുസരിച്ചിട്ട് ശരിയായ പ്രസ്താവന താഴെ തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? മക്കളെ 1, ഇത് 2 പറയാ. ഇതൊന്ന് വായിച്ചു നോക്കൂ മക്കളെ. ശരിയായിട്ടുള്ള പ്രസ്താവന ഇതിലത്തെ ഏതാണെന്നൊന്ന് പറയേ. കുറ്റകൃത്യത്തിന്റെ ഗൗരവം അനുസരിച്ച് പരമാവധി വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. ശരിയായ പ്രസ്താവനയാണോ? കുറ്റകൃത്യത്തിന്റെ ഗൗരവം അനുസരിച്ച് പരമാവധി വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. 1. 2. മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിൽ ആയിരിക്കരുത്. ഇത് രണ്ടും ശരിയാണോ? എന്താണ് ഇവിടെ ആൻസർ ചെയ്ത വരിക? ആൻസർ ഏതാണ്? രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ. അപ്പൊ ഈ
പരമാവധി വധശിക്ഷ, അതായത് 2012 പോക്സോ ആക്ടില് എന്തുണ്ടായിരുന്നില്ല, വധശിക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. പരമാവധി ഇത്ര വർഷം വരെ തടവും ശിക്ഷയും പിഴയൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ 2019 ഭേദഗതി ചെയ്തപ്പോഴാണ് എന്ത് ചെയ്തത്, വധശിക്ഷ ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പൊ കുറ്റകൃത്യത്തിന്റെ ഗൗരവം അനുസരിച്ച് പരമാവധി വധശിക്ഷ വരെ എന്ത് ചെയ്യും, പോക്സോ ആക്ട് പ്രകാരം ലഭിക്കും. ശരിയാണ്. മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ ആയിരിക്കരുത് കേട്ടോ. യൂണിഫോം ഇടുമ്പോൾ തന്നെ അവർക്ക് പേടി കൊണ്ട് ഇതാവും അല്ലേ. അപ്പൊ യൂണിഫോം ഇല്ലാതെ കാഷ്വൽ ആയിട്ട് എന്ത് ചെയ്യണം, മൊഴി രേഖപ്പെടുത്തണം. അപ്പൊ രണ്ടും എന്താണ്, ശരിയായ പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചെന്നറിയോ, പോക്സോ ആക്ട് 2012 അനുസരിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? അടുത്ത നോക്കുക. കുട്ടികൾ എന്നുള്ളതിന് ആൺ പെൺ വ്യത്യാസമില്ല, ഒന്നാമത്തത്. 2, പ്രായം 16 വയസ്സിൽ താഴെ ആയിരിക്കണം. ഇതിലെ രണ്ടും ശരിയാണോ? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിയിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കുക. കുട്ടികൾ എന്നുള്ളതിന് ആൺ പെൺ വ്യത്യാസമില്ല അല്ലെ. പോക്സോ ആക്ട് പ്രകാരം പെൺകുട്ടികൾക്ക് മാത്രമല്ല ആണിനും എന്താണ്, പോക്സോ ആക്ട് നിയമം ബാധകമാണ് അല്ലെ. അപ്പൊ ആൺകുട്ടികൾക്കും എന്താണ്, ആൺകുട്ടികളെയും പീഡിപ്പിക്കുന്നില്ലേ, അപ്പൊ അവർക്കും എന്താണ്, പോക്സോ ആക്ട് ബാധകമാണ്. ആൺ പെൺ വ്യത്യാസം ഇല്ല, ശരിയായ പ്രസ്താവനയാണ്. പ്രായം 16 വയസ്സിൽ താഴെയായിരിക്കണം, തെറ്റാണ് അല്ലെ. പ്രായം പോക്സോ ആക്ട് പ്രകാരം പ്രായം എത്രയാണ്, 18 ഏജിൽ താഴെയായിരിക്കണം. പ്രായം 18 ഏജിൽ താഴെയായിരിക്കണം. മനസ്സിലായോ? അപ്പൊ 1 ശരി 2 തെറ്റ് അല്ലെ. കുട്ടികൾ എന്നുള്ളതിന് ആൺ പെൺ വ്യത്യാസം ഇല്ല, പ്രായം 18 വയസ്സിൽ താഴെയായിരിക്കണം. അപ്പൊ 1 ശരി 2 തെറ്റ്. അടുത്ത നോക്ക്. കുട്ടികൾക്കെതിരായ ലൈംഗിക ആക്രമണം റിപ്പോർട്ട് ചെയ്താൽ പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കേണ്ട പരമാവധി സമയം. ഇത് ഈ ക്വസ്റ്റ്യൻ ഇല്ലേ, ഈ ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ടുതന്നില്ല. കാരണം ഇത് 4 പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഇല്ലേ, ഈ മൂന്നാമത് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ 4 പ്രാവശ്യം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞു തന്നു, വീണ്ടും ഞാനിത് ഒരുക്കി ഇട്ടു തന്നു. വീണ്ടും 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ വീണ്ടും ഈ ക്വസ്റ്റ്യൻ കിടക്കേണ്ടത്, വീണ്ടും ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നിങ്ങളോട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കെതിരായ ലൈംഗിക ആക്രമണം റിപ്പോർട്ട് ചെയ്താൽ പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കേണ്ട പരമാവധി സമയം പറയാ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടതെന്നാണ് ഈ ക്വസ്റ്റ്യൻ. എത്രയാണ് കിട്ടിയോ? നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ ഇട്ടതെന്നാണ്. കുട്ടികൾക്കെതിരായ ലൈംഗിക ആക്രമണം റിപ്പോർട്ട് ചെയ്താൽ പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കേണ്ട പരമാവധി സമയം എങ്ങനെയാണ്? കൃത്യം നടന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അല്ലേ. പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം എത്ര സമയം? റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം, അവിടെ ഈ ഒരു വാക്ക് വരണമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു പറഞ്ഞതാണ്. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം എത്ര മണിക്കൂറിനുള്ളിൽ? 24 മണിക്കൂർ. അവിടെ 48 മണിക്കൂർ എന്നൊക്കെ ഉണ്ടാകും കേട്ടോ. 48 മണിക്കൂറല്ല, റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം 24 മണിക്കൂറിനകം എന്ത് ചെയ്യണം? പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കണം. കുട്ടികൾക്കെതിരായ ഒരു ലൈംഗിക ആക്രമണം റിപ്പോർട്ട് ചെയ്താൽ പോലീസ് കൃത്യം ചെയ്തതിന്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം 24 മണിക്കൂറിനകം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കണം. ഇനി മറക്കില്ലല്ലോ. അടുത്തത്, ലൈംഗിക ചിന്തയോടെ ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുക വഴി ലൈംഗിക അതിക്രമം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്ത്? കുറഞ്ഞതാണ് കേട്ടോ. ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്ത്? ലൈംഗിക ചിന്തയോടെ കേട്ടോ. ലൈംഗിക ചിന്തയോടെ ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളില് സ്പർശിക്കുക വഴി കേട്ടോ, സ്പർശിക്കുക വഴി ലൈംഗിക അതിക്രമം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്താണ്? ഏതാണ്? എത്രയായിരിക്കും ശിക്ഷ? എത്രയാണ്? 3 വർഷം വരെ തടവാണ് കേട്ടോ. 3 വർഷം വരെ തടവ്. 3 വർഷം വരെ തടവാണ്. അതായത് സ്പർശിക്കൽ മാത്രമാണ് കേട്ടോ. ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുക വഴി ലൈംഗിക അതിക്രമം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ കുറഞ്ഞതാണ് കേട്ടോ. 3 വർഷം വരെ തടവാണ്. ഇനി അടുത്ത നോക്ക്. പോക്സോ ആക്ട് പ്രകാരം അപമാനപ്പെടുത്തണമെന്ന ദുരുദ്ദേശത്തോടെ അയാൾ എന്തെങ്കിലും കുട്ടിയോട് ലൈംഗിക അതിക്രമം ചെയ്തെന്ന കള്ളപ്പരാതി നൽകുന്നയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ്? അതായത്
ഒരു കുട്ടിയെ ഞാൻ എന്തായാലും ശരി ആ കുട്ടിയെ അപമാനപ്പെടുത്തും, അത് സെക്ഷലി ആയിട്ട് തന്നെ എന്ത് ചെയ്യും, അപമാനപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് കുട്ടിയോട് ലൈംഗിക അതിക്രമം ചെയ്തു എന്നൊരു കള്ളപ്പരാതി അല്ലേ, ആ കുട്ടിയെ മറ്റാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അയാൾ മറ്റാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഒരു കള്ളപ്പരാതി കൊടുക്കുകയാണ്. ഒരു കള്ളപ്പരാതി, ഇപ്പൊ ഞാൻ ഒരു കുട്ടിക്കെതിരെ ഒരു കള്ളപ്പരാതി കൊടുക്കുകയാണ്, ആ കുട്ടിയെ ആരോ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സംഭവം നടന്നിട്ടുണ്ടാവില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യാണ്, കള്ളപ്പരാതി കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ അത് തെളിഞ്ഞു അല്ലെ, ഈ സ്ത്രീ കള്ളപ്പരാതി നൽകിയതാണ് എന്ന് തെളിഞ്ഞു. അപ്പൊ എനിക്ക് നൽകുന്ന ശിക്ഷ എത്രയായിരിക്കും, എനിക്ക് പരമാവധി എത്ര ശിക്ഷ കിട്ടും പറയൂ, എത്ര കിട്ടും? പഠിച്ചതല്ലേ നിങ്ങൾ, PDF ഒക്കെ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. പറയൂ എത്രയാണ്? 6 മാസം തടവാണ് കേട്ടോ, 6 മാസം തടവാണേ. കള്ളപ്പരാതിക്ക് കേട്ടോ, ഞാനിപ്പോ ഒരു കള്ളപ്പരാതി ഒരു കുട്ടിക്കെതിരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന തടവ് എത്രയാണ്? 6 മാസം തടവ്. നിങ്ങളെ സങ്കല്പിച്ചു വെക്കുക കേട്ടോ. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി, നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നമുക്ക് കുറെ ഇതിലൊക്കെ ആക്ടുകളും വർഷങ്ങളും തടവുകളും ഒക്കെ വരുന്നതല്ലേ, മറന്നാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഏതെങ്കിലും ഒരു കുട്ടിക്കെതിരെ കള്ളപ്പരാതി ലൈംഗികപരമായിട്ട് ആക്രമണം ചെയ്തിട്ടുണ്ട് എന്നൊരു കള്ളപ്പരാതി കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടാവുന്ന ശിക്ഷ 6 മാസം തടവാണ് എന്നുള്ളത് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. 2012 പോക്സോ ആക്ടില് 12ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 12ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ ഇന്നലെ 28ാമത്തെ വകുപ്പ് പറഞ്ഞില്ലേ, 27ാമത്തെ വകുപ്പ് പറഞ്ഞില്ലേ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 28ാമത്തെ വകുപ്പ് നമ്മൾ എന്താ പറഞ്ഞ, ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദ കോടതികൾ അല്ലേ, ശിശു സൗഹാർദ്ദ പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം എന്ന് പറയുന്നതാണ് വകുപ്പ് 28. 27 എന്താ, കുട്ടികളെ വൈദ്യ പരിശോധനയ്ക്ക് ഇതാക്കുന്നത് അല്ലെ, വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ് 27. അപ്പൊ 12ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2012 പോക്സോ ആക്ട് പ്രകാരം 12ാം വകുപ്പ് എന്താണ്? എന്തായിരിക്കും? ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് ഏത്? ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് 12ാം വകുപ്പ്. ഓക്കെ, എന്താണ് 12ാം വകുപ്പ്? കാരണം 8ാം വകുപ്പിലും പറയുന്നുണ്ട് കേട്ടോ, നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറയില്ലേ 8ാം വകുപ്പ്, അതിലും എന്ത് പറയുന്നുണ്ട്, അതായത് ഇപ്പൊ നമുക്കറിയാലോ ഒരു ലൈംഗിക പീഡനം എന്ന് പറയുമ്പോൾ അതിന്റെ തീവ്രത കുറഞ്ഞ ലെവൽ ഉണ്ടാകാം, തീവ്രത ഒരു മീഡിയം ഉണ്ടാകാം, തീവ്രത കൂടുതൽ ഉണ്ടാകാം, പിന്നെ അതീവ ഗുരുതരമായിട്ടുള്ളതുണ്ടാവും, അങ്ങനെ പലതരത്തിലുണ്ട് അല്ലെ. അപ്പൊ ഈ പലതരത്തിലും പറയുമ്പോൾ എല്ലാറ്റിനും ഒരേപോലെയാണ് ശിക്ഷ അല്ല അല്ലെ, ഓരോന്നിനും ഓരോരോ ശിക്ഷയാണ് കാലയളവ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഓരോന്നിലും എന്ത് പറയുന്നുണ്ട്, ശിക്ഷകള് വ്യത്യസ്തമാണ്. അപ്പൊ അതിൽ തന്നെ ഓരോ ആക്ടുകളും എന്ത് ചെയ്യുന്നുണ്ട്, പോക്സോ ആക്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞ 8ാം ആക്ട് പറഞ്ഞ, പക്ഷെ ഇവിടെ ചെയ്യണം 12ാം ആക്ടും ഏതാണ്, ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത് കേട്ടോ. 12ാം വകുപ്പ് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് ഏത് പ്രസ്താവനയാണ് സാധുതയുള്ളത്? വായിച്ചു നോക്കൂ. കുട്ടികൾക്കെതിരായ എല്ലാ കുറ്റകൃത്യങ്ങളും പോക്സോ നിയമപ്രകാരം റിപ്പോർട്ട് ചെയ്യണം. ശരിയാണോ? കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തവർക്ക് നിയമപ്രകാരം ശിക്ഷ ലഭിക്കും. ഏതാണ് ഇവിടെ വരിക? ഇതാണ് കേട്ടോ. കുട്ടികൾക്കെതിരായിട്ടുള്ള ഒരു ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തവർക്ക് കേട്ടോ, ഒരു കുട്ടിക്കെതിരെ എന്തെങ്കിലും ഒരു ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ, റിപ്പോർട്ട് ചെയ്യണം, കേൾക്കുന്നുണ്ടോ, അത് നിയമമാണ്. ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോക്സോ ആക്ട് പ്രകാരം കേസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, പോക്സോ നിയമപ്രകാരം ശിക്ഷ ലഭിക്കും. അത് ശരിയാണ്. പക്ഷേ കുട്ടികൾക്കെതിരായ എല്ലാ കുറ്റകൃത്യങ്ങളും, അതായത് ലൈംഗിക കുറ്റകൃത്യങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും, ഇനിയിപ്പോ തല്ലി അല്ലെങ്കിൽ തല്ലലോ അടിക്കലോ ചീത്ത പറയലോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊന്നും പോക്സോ നിയമപ്രകാരം റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല കേട്ടോ. പക്ഷെ ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിയമപ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ ലഭിക്കും. അപ്പൊ ഇവിടെ 2 മാത്രമാണ് ഏത് ശരിയായിട്ടുള്ള സാധ്യതയുള്ളത്, 2 മാത്രമാണ്. 2012 പോക്സോ ആക്ട് പ്രകാരം ലൈംഗിക അതിക്രമണത്തിനുള്ള ശിക്ഷ എന്താണ്? 2012 പോക്സോ ആക്ട് പ്രകാരം ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷ എന്താണ്?
എന്താണ് 2012 പോക്സോ ആക്ട് പ്രകാരം ലൈംഗിക അതിക്രമണത്തിനുള്ള ശിക്ഷ എന്താണ്? എത്രയാണ്? 10 വർഷത്തിൽ കുറയാത്തത്. ഓക്കെ, 10 വർഷത്തിൽ കുറയാൻ പാടില്ല കേട്ടോ, അതിൽ കൂടുതലൊന്നും ആകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? ജീവപര്യന്തം തടവ്. ഓക്കെ, 10 വർഷത്തിൽ കുറയാത്തത് അല്ലെങ്കിൽ ജീവപര്യന്തം തടവാണ് 2012 പോക്സോ ആക്ട് പ്രകാരം ലൈംഗിക അതിക്രമണത്തിനുള്ള ശിക്ഷ. അടുത്തത് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. കുട്ടികൾക്കെതിരെ എല്ലാ കുറ്റകൃത്യങ്ങളും പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുമോ? ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ്, കുട്ടികൾക്കെതിരെ എല്ലാ കുറ്റകൃത്യങ്ങളും പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരും. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നത് പോക്സോ നിയമപ്രകാരം കുറ്റകരമാണ്. ക്വസ്റ്റ്യൻ വീണ്ടും അത് ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ അത് വീണ്ടും ഇട്ട് തന്നത്. പറയാ, ഇതിലേതാ വരിക? രണ്ട് മാത്രം അല്ലേ? രണ്ട് മാത്രമാണ് ഇവിടെ ശരി അല്ലേ? എല്ലാ കേസുകളൊന്നും എന്ത് ചെയ്യണ്ട, പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരില്ല. പക്ഷേ എല്ലാ കുറ്റകൃത്യങ്ങളും പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുമോ? ഇല്ല. പക്ഷെ ലൈംഗിക അതിക്രമ കേസുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പോക്സോ കേസിൽ വരുന്നത്. ഇനി പോക്സോ ആക്ട് ഭേദഗതി ചെയ്ത വർഷം ഏതാ? ഇത് ശരിയാണ് കേട്ടോ, ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. പറയൂ, പോക്സോ ആക്ട് ഭേദഗതി ചെയ്ത വർഷം. ഈ പോക്സോ ആക്ട് ഭേദഗതി ചെയ്തത് ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാവരും ഇങ്ങനെ ഇടണ്ടല്ലോ, പോക്സോ ആക്ട് ഭേദഗതി ചെയ്തു പറഞ്ഞിട്ട് ഇടണ്ടല്ലോ. അതേപോലെ പോക്സോ ആക്ട് നിലവിൽ വന്നത് എപ്പോ? 2012 നവംബർ മാസം 14. ഓക്കെ, നവംബർ 14. ഇത് ഒരു 8 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ പോക്സോ ആക്ട് പ്രകാരം ഒരു കുട്ടി എന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. 18 വയസ്സിന് താഴെ. അതൊരു 9 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? 9. അപ്പൊ വീണ്ടും ഞാൻ ക്വസ്റ്റ്യൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ കേട്ടോ. അത് ഈ 3 പോയിന്റ് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പോക്സോ ആക്ട് ഭേദഗതി ചെയ്ത വർഷം എപ്പോഴാ? 2019. ഒരു വ്യക്തി ലൈംഗിക ഉദ്ദേശത്തോടെ ഒരു കുട്ടിയെ അശ്ലീല കാര്യത്തിനായിട്ട് വശീകരിച്ചാൽ പോക്സോ നിയമപ്രകാരം ഏത് കുറ്റമായിട്ട് കണക്കാക്കും? പറയാ, ചെയ്യൂ. ഒരു വ്യക്തി ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു കുട്ടിയെ അശ്ലീല കാര്യത്തിനായിട്ട് വശീകരിച്ചാൽ, അശ്ലീല കാര്യത്തിന് വേണ്ടിയിട്ട് വശീകരിച്ചാൽ പോക്സോ നിയമപ്രകാരം ഏത് കുറ്റമായിട്ട് കണക്കാക്കും? ഏതാണ്? ലൈംഗിക പീഡനമായിട്ട് തന്നെ അത് കണക്കാക്കും കേട്ടോ. ഏതാണ്? ലൈംഗിക പീഡനമായി തന്നെ അതിനെ കണക്കാക്കും. 2012 പോക്സോ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2012 പോക്സോ ആക്ട് പ്രകാരം ഒരു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇവിടെ അതില് നമുക്കിവിടെ ആൻസർ ആയിട്ട് തന്നിട്ടുള്ളത് ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ അതൊന്ന് ചെയ്യണം കേട്ടോ. നിങ്ങളതൊന്ന് എന്താണ് ചെയ്യണം. അതില് ഒന്നാമത്തെ ഓപ്ഷൻ അവരെന്താന്ന് അറിയോ തന്നെ? 2012 പോക്സോ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. അതില് കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വസതിയിൽ രേഖപ്പെടുത്തണം. ശരിയാണോ എന്ന് പറയണം കേട്ടോ നിങ്ങള്. കുട്ടിയുടെ വസതിയില്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് ഇത്, വസതിയില് രേഖപ്പെടുത്തണം. ശരിയാണോ? ശരിയാണോ? രണ്ടാമത്തത് ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. കുട്ടിയുടെ മൊഴി പ്രായോഗികമായി രേഖപ്പെടുത്തേണ്ടത് സബ് ഇൻസ്പെക്ടർ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ? നമ്മുടെ സെക്രട്ടേറിയറ്റ് OAക്ക് വന്ന ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ ഇതില്? സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത, സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത വനിതാ പോലീസ് ഓഫീസർ ആയിരിക്കണം. ശരിയാണോ? വനിതാ പോലീസ് ഓഫീസർ ആയിരിക്കണം. ശരിയാണോ? 3, കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ ആയിരിക്കണം. യൂണിഫോമിൽ ആയിരിക്കണം. 4, നാലാമത്തെ ഓപ്ഷൻ ഞാൻ പറയാം. കുട്ടിയുടെ ഐഡന്റിറ്റി ട്ടോ, അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പൊതുമാധ്യമങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥന് ഉറപ്പാക്കണം. ഐഡന്റിറ്റി എന്ത് ചെയ്യണം? ഐഡന്റിറ്റി എന്ത് ചെയ്യണം? സംരക്ഷിക്കണം അല്ലെ? ഐഡന്റിറ്റി സംരക്ഷിക്കണം. പുറത്തു വിടാൻ പറ്റുമോ? പുറത്തു വിടാൻ പാടോ? കുട്ടിന്റെ ഫോട്ടോ പത്രമാധ്യമങ്ങളിലൂടെയോ TV മാധ്യമങ്ങളിലൂടെയോ ഒക്കെ പ്രദർശിപ്പിക്കാൻ പറ്റുമോ? ഐഡന്റിറ്റി സംരക്ഷിക്കണം. ആര്?
ആരാണ് സംരക്ഷിക്കേണ്ടത്? പോലീസ് ഉദ്യോഗസ്ഥൻ സംരക്ഷിക്കണം. പോലീസ് ഉദ്യോഗസ്ഥൻ സംരക്ഷിക്കണം. ഇതില് തെറ്റായ പ്രസ്താവന, ഇവിടെ ശരിയായതാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവന ഏതാണ്? ഏതാണ്? യൂണിഫോമിൽ ആയിരിക്കണം എന്ന് പറയുന്നതാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് അല്ലേ? അപ്പോ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് എവിടെ വെച്ചിട്ട് വേണം മൊഴി രേഖപ്പെടുത്തേണ്ടത്? കുട്ടിയുടെ വസതിയിൽ തന്നെ രേഖപ്പെടുത്തണം. സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ ആയിരിക്കണം മൊഴി എടുക്കേണ്ടത്. അദ്ദേഹം യൂണിഫോമിൽ ആയിരിക്കരുത്. അതേപോലെ പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല. കുട്ടിയുടെ ഐഡന്റിറ്റി എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. ഓക്കെ ആണോ? അടുത്തത് 2012 പോക്സോ നിയമം അനുസരിച്ച് ഒരാൾ ലൈംഗിക അതിക്രമം നടത്തുമ്പോൾ അയാൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? ഇതുവരും ലൈംഗിക അതിക്രമം നടത്തുമ്പോൾ, ഇവിടെ ശ്രദ്ധിക്കണം, ലൈംഗിക അതിക്രമം നടത്തുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? എത്രയാണ്? 3 വർഷത്തിൽ കുറയാത്തതും, എത്ര വർഷം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? 5 വർഷം വരെ തടവും. 5 വർഷം വരെ തടവും എന്താണ്? ഒരു കാലയളവിൽ, അല്ലെങ്കിൽ വിവരണത്തിന്റെ തടവ്, ശിക്ഷ, പിഴ അല്ലെ? ശിക്ഷയും പിഴയും 3 വർഷം മുതൽ 5 വർഷം വരെ കേട്ടോ. 3 വർഷത്തിൽ കുറയാൻ പാടില്ല. 5 വർഷം വരെ നീട്ടാവുന്നതുമായ ശിക്ഷയും പിഴയുമാണ് ലൈംഗിക അതിക്രമം നടത്തുമ്പോൾ അയാൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ. അടുത്തത് 2012 ഇപ്പോ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, മിസ്സേ അവിടെ 10 പറഞ്ഞല്ലോ, ഇവിടെ സത്യം പറഞ്ഞാൽ ഓരോന്നിനും, അതായത് ചില സമയത്ത് ആ ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷനിൽ തരുന്നതിനനുസരിച്ചിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു, ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു ലൈംഗിക അതിക്രമത്തിനുള്ളത് 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷമാണ് എന്ന് പറഞ്ഞു. പിന്നെ കുറച്ചും കൂടി ഗുരുതരമാകുമ്പോൾ 7 വർഷം വരെയുള്ള ശിക്ഷയാണ് പറഞ്ഞു. 16 ഏജിന് താഴെയാണെങ്കിൽ 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവര് ഓപ്ഷൻ ഇടുന്നതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഓപ്ഷൻ അനുസരിച്ചിട്ടും ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ആൻസർ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ 10 വർഷം പറഞ്ഞു അല്ലെ? നേരത്തെ എന്താ പറഞ്ഞത്? നമ്മൾ 10 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തം വരെ തടവും എന്ന് നമ്മൾ കുറച്ച് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു. കേൾക്കണ്ടോ? അതായത് നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ എന്താണെന്നറിയോ? 2012 പോക്സോ ആക്ട് പ്രകാരം ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷ എന്തെന്ന് ചോദിച്ചപ്പോ നേരത്തെ അതിൽ ഓപ്ഷൻ ഇട്ടത് എത്രയാണ്? 10 വർഷത്തിൽ കുറയാത്തത് എന്നാൽ ജീവപര്യന്തം വരെ തടവും അതിലിട്ടു. പക്ഷെ അതിൽ ഓപ്ഷൻ തരുമ്പോൾ മറ്റു ഓപ്ഷനൊക്കെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിട്ടായിരിക്കും. അതിൽ നിന്ന് ഒരിക്കലും നമുക്ക് അതിൽ ആൻസർ സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ആ രീതിയിലായിരിക്കും മറ്റു ഓപ്ഷൻ ഇടുക കേട്ടോ അവര്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആൻസർ എടുക്കാനായിട്ടും പറ്റും. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ആൻസർ വരുന്നത് 3 വർഷം മുതൽ 5 വർഷം വരെ ശിക്ഷയും പിഴയും. അപ്പൊ ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ ഈ 3 നന്നായിട്ട് ആലോചിക്കുക കേട്ടോ. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ ഈ ഒരു ബോക്സ്. അടുത്തത് 2012 പോക്സോ നിയമപ്രകാരം ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്ത കുട്ടിയുടെ വൈദ്യ പരിശോധന നടത്തുന്നത് എങ്ങനെയായിരിക്കും? എങ്ങനെയാണ് ഒരു കുട്ടിയെ ലൈംഗിക കുറ്റകൃത്യത്തിന് ഇരയാക്കി എന്ന് കുട്ടിയുടെ വൈദ്യ പരിശോധന നടത്തും അല്ലേ? ആ കുട്ടിയുടെ വൈദ്യ പരിശോധന നടത്തുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തെ റൂള് പഠിച്ചോ? 1973 ക്രിമിനൽ നിയമമുണ്ട്. 1973 ക്രിമിനൽ നിയമത്തിലെ സെക്ഷൻ 164A പ്രകാരം ട്ടോ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? 1973 ക്രിമിനൽ നിയമം സെക്ഷൻ 164A പ്രകാരമാണ് നടപടിക്രമം. പിന്നെ രണ്ടാമത്തത് വൈദ്യപരിശോധന നടത്തേണ്ട റൂളുകളാണ് പറയുന്നത് കേട്ടോ. 2 കുട്ടിയുടെ രക്ഷിതാവിന്റെയോ അല്ലെങ്കിൽ എന്താണ് ഒന്നുമില്ലെങ്കിൽ കുട്ടിയുടെ രക്ഷിതാവ് അല്ലെങ്കിൽ കുട്ടിക്ക് വിശ്വാസം ഉണ്ടാകണം. കുട്ടിക്ക് എന്ത് ചെയ്യണം? വിശ്വാസമുള്ള ഏതെങ്കിലും വ്യക്തിയുടെ സാന്നിധ്യത്തിൽ വൈദ്യപരിശോധന നടത്താം. ഒന്നുമില്ലെങ്കിൽ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യാം?
വൈദ്യപരിശോധന നടത്താം. അല്ലെങ്കിൽ കുട്ടിക്ക് വിശ്വാസമുള്ള, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന് വിശ്വാസമുള്ള, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് വിശ്വാസമുള്ള ആൾക്കല്ല, കുട്ടിക്ക് വിശ്വാസമുള്ള മറ്റേതെങ്കിലും വ്യക്തിയുടെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യാം? വൈദ്യപരിശോധന നടത്താം. ഇനി 3, ഇനിയിപ്പോ രക്ഷിതാവും ഇല്ല, മറ്റു വ്യക്തിയും ഇല്ല എന്ന് വെക്കുക. ഇവരുടെ അഭാവത്തിലാണെങ്കിൽ എങ്ങനെയായിരിക്കാം? മെഡിക്കൽ സ്ഥാപനം ഉണ്ടാവുമല്ലോ, മെഡിക്കൽ സ്ഥാപനത്തിന്റെ തലവൻ എന്ത് ചെയ്യും? നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു സ്ത്രീയുടെ സാന്നിധ്യത്തിൽ വൈദ്യപരിശോധന നടത്താം. അപ്പോൾ വൈദ്യപരിശോധന നടത്തുന്ന ഘട്ടങ്ങൾ എങ്ങനെയൊക്കെയാണ്? 1973 ക്രിമിനൽ നിയമത്തിലെ 164A സെക്ഷൻ പ്രകാരം നടപടിക്രമങ്ങളും, ഒന്നുമില്ലെങ്കിൽ രക്ഷിതാവിന്റെ സാന്നിധ്യത്തില്, അല്ലെങ്കിൽ കുട്ടിക്ക് വിശ്വാസമുള്ള മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യത്തില്, അല്ലെങ്കിൽ രക്ഷിതാവുമില്ല മറ്റൊരു വ്യക്തിയുമില്ല, അവരുടെ അഭാവത്തിലാണെങ്കിൽ മെഡിക്കൽ സ്ഥാപനത്തിന്റെ തലവൻ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു സ്ത്രീയുടെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യാം? വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കാം. ഓക്കെ ആണോ? നെക്സ്റ്റ് 2012 പോക്സോ ആക്ട് പ്രകാരം സ്പെഷ്യൽ കോർട്ടായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള കോടതി ഏതാണ്? നമ്മൾ പറഞ്ഞില്ലേ, ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദ പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം എന്ന് 2012 പോക്സോ ആക്ട് 28 പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സ്പെഷ്യൽ കോർട്ടായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള കോടതി ഏതാണ്? സ്പെഷ്യൽ കോർട്ട് പറഞ്ഞിട്ടുണ്ടാവോ? ഇല്ല. ആ കോടതിയുടെ പേരേതാ? സെഷൻസ് കോടതിയാണ് കേട്ടോ. ഏതാണ്? സെഷൻസ് കോടതിയാണ്. സെഷൻസ് കോടതി. ഓക്കെ. അടുത്തത് പോക്സോ ആക്ട് 2012 വകുപ്പ് 3 എന്താണ് കൈകാര്യം ചെയ്യുന്നത്? വകുപ്പ് 12 എന്താ മക്കളെ? നമ്മൾ നേരത്തെ പറഞ്ഞത് ശിക്ഷയെ കുറിച്ചിട്ട് അല്ലെ, ലൈംഗിക അതിക്രമം ചെയ്യുന്നതിലെ ശിക്ഷയെ കുറിച്ചിട്ടാണ് 12 പറയുന്നത്. വകുപ്പ് 3 എന്താണ് കൈകാര്യം ചെയ്യുന്നത്? എന്താണ്? നുഴഞ്ഞു കയറുന്ന ലൈംഗിക ആക്രമണത്തിന്റെ നിർവചനമാണ് കേട്ടോ. നിർവചനമാണ്. കാറ്റഗറി നമ്പർ 123/2023 ചോദിച്ച ചോദ്യമാണ് നുഴഞ്ഞു കയറുന്ന ലൈംഗിക ആക്രമണത്തിന്റെ നിർവചനം. ഓക്കെ. പോക്സോ ആക്ട് 2012 വകുപ്പ് 3 എന്താണ്? നുഴഞ്ഞു കയറുന്ന ലൈംഗിക ആക്രമണത്തിന്റെ നിർവചനത്തെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? അതേപോലെ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു കുട്ടി അല്ലാത്ത വ്യക്തി, 18 വയസ്സിന് താഴെയല്ലാത്ത ഒരു കുട്ടി എന്താണ് 18 വയസ്സിന് താഴെയല്ലാത്ത ഒരാള് എന്ത് ചെയ്യാണ്? ഒരു കുട്ടിക്കെതിരെ തെറ്റായ പരാതികൾ നൽകുകയോ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അത് തെറ്റാണെന്ന് അറിഞ്ഞാൽ, അങ്ങനെ പോക്സോ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ അത്തരം കുട്ടിയെ ഇരയാക്കുകയാണെങ്കിൽ ശിക്ഷ എത്രയായിരിക്കും? ശിക്ഷ 6 മാസം, അല്ലെങ്കിൽ പിഴ, അല്ലെങ്കിൽ രണ്ടും കൂടി കേട്ടോ. 6 മാസം തടവാണ് കേട്ടോ. ആർക്കെതിരെയും കള്ളപ്പരാതികൾ കൊടുക്കാൻ പാടില്ല കേട്ടോ. 6 മാസമാണ് കേട്ടോ. 6 മാസമാണ് തടവും ശിക്ഷയും പിഴയൊക്കെ കിട്ടുക. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടിയിട്ട് റിവേഴ്സ് ചെയ്തു തരാം. നന്നായിട്ടൊന്ന് റിവേഴ്സ് ചെയ്ത് കേട്ടോ. അതായത് 2012 പോക്സോ ആക്ട് പ്രകാരം, അതായത് അതിന്റെ ഗൗരവം അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? അതിന്റെ ഗൗരവം അനുസരിച്ചിട്ട് പരമാവധി എത്ര വരെ ശിക്ഷ ലഭിക്കാം? പരമാവധി വധശിക്ഷ വരെ ലഭിക്കാം കേട്ടോ. വധശിക്ഷ വരെ ലഭിക്കാം. ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ വധശിക്ഷയൊക്കെ ലഭിക്കുന്നുണ്ട്. 2019 ഭേദഗതി പ്രകാരം പരമാവധി എന്തുണ്ട്? വധശിക്ഷ വരെ ലഭിക്കാം എന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ എന്തിലാകാൻ പാടില്ല? യൂണിഫോമിൽ ആകാൻ പാടില്ല. പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ ആകാൻ പാടില്ല. ഓക്കെ ആണോ? പിന്നെ പോക്സോ ആക്ട് പ്രകാരം കുട്ടി എന്ന് പറയുന്നത് എത്ര വയസ്സിന് താഴെയാണ്? 18 വയസ്സിന് താഴെയാണ്. 18 വയസ്സിന് താഴെയാണ് കേട്ടോ. താഴെയാണ്. ഇനി മൂന്നാമത്തത്, പിന്നെ പോക്സോ ആക്ട് പ്രകാരം ആൺ പെൺ വ്യത്യാസമില്ല അല്ലെ? ആൺ പെൺ വ്യത്യാസം ഇല്ല. അതൊക്കെയാണ് നമ്മൾ പഠിച്ച പോയിന്റുകൾ. ഓക്കെ. ആ പോയിന്റുകൾ ഒന്നും കൂടി ക്രോഡീകരിച്ചു തരികയാണ്.
പിന്നെ പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിയമപ്രകാരം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കേണ്ട സമയം എത്രയാണ്? റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം. ഈ റിപ്പോർട്ട് എന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ആ വാക്ക് വരണം. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം എത്രയാണ്? 24 മണിക്കൂറിനകം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കണം. 5ാമത്തെ പോയിന്റ് പഠിച്ചോ. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം ഏത് എന്ന് ചോദിച്ചാൽ അത് പോക്സോ ആക്ട് 2012 ആണ് എന്നുള്ളത് പഠിക്കണം. ഇനി അടുത്തത് നമ്മൾ പഠിച്ച പോയിന്റ്, പോക്സോ നിയമപ്രകാരം ലൈംഗിക ചിന്തയോടെ ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുക വഴി ലൈംഗിക അതിക്രമം ലഭിക്കുന്ന ശിക്ഷ എത്രയാണ്? 3 വർഷം വരെ തടവാണ് കേട്ടോ. 3 വർഷം വരെ തടവ്. ശരീരഭാഗങ്ങളിൽ സ്പർശിച്ചിട്ട് ലൈംഗിക ചൊവ്വയോടുകൂടി കുട്ടിയെ ലൈംഗിക ചൊവ്വയോടുകൂടി സ്പർശിച്ചാൽ അതിനുള്ള ശിക്ഷ എത്രയാണ്? 3 വർഷം വരെ തടവാണ്. 3 വർഷം വരെ തടവാണ്. ഇനി ഒരു പോക്സോ ആക്ട് പ്രകാരം ഒരു മുതിർന്ന വ്യക്തിയെ ഒരു മുതിർന്ന വ്യക്തിയെ അപമാനപ്പെടുത്തണമെന്ന് ദുരുദ്ദേശത്തോടെ അയാൾ ഏതെങ്കിലും കുട്ടിയോട് ലൈംഗിക അതിക്രമം ചെയ്തെന്ന കള്ളപ്പരാതി നൽകുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു മുതിർന്ന വ്യക്തിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ മുതിർന്ന വ്യക്തിനെ അപമാനിക്കണം എന്ന് പറഞ്ഞിട്ട് ആ മുതിർന്ന വ്യക്തി ഒരു കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ മുതിർന്ന വ്യക്തിക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും കള്ളപ്പരാതി കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷ എന്തായിരിക്കും? 6 മാസം തടവായിരിക്കും കേട്ടോ. 6 മാസം തടവായിരിക്കും. ഓക്കെ ആണോ? അടുത്ത നമ്മൾ പഠിച്ചത് 12ാം വകുപ്പ് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? എന്താണ്? ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെ കുറിച്ചിട്ടാണ് 12ാം വകുപ്പ് പറയുന്നത്. പിന്നെ കുട്ടികൾക്കെതിരായ എല്ലാ കുറ്റകൃത്യങ്ങളും ഏതിൽ വരില്ല? പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരില്ല. പോക്സോയില് വരില്ല കേട്ടോ. പോക്സോയില് വരില്ല. പക്ഷേ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ നിയമപ്രകാരം എന്ത് ചെയ്യും? ശിക്ഷ ലഭിക്കും. ഓക്കെ ആണോ? അടുത്തത് ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷ എന്താണ്? 10 വർഷത്തിൽ കുറയാത്തത് അല്ലെങ്കിൽ ജീവപര്യന്തം തടവ്. ഓക്കെ ആണോ? ഇനി പോക്സോ ആക്ട് ഭേദഗതി ചെയ്തത് എപ്പോഴാണ്? 2019 പിന്നെ അശ്ലീല കാര്യത്തിനായിട്ട് വശീകരിക്കുകയാണെങ്കിൽ, ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു കുട്ടിയെ അശ്ലീല കാര്യത്തിനായിട്ട് വശീകരിച്ചാൽ, അശ്ലീല കാര്യത്തിന് വേണ്ടിയിട്ട് വശീകരിക്കുകയാണെങ്കിൽ അതിനെ ഏതിൽ ഉൾപ്പെടുത്തും? ലൈംഗിക പീഡനം എന്ന ഒരു വിഭാഗത്തിൽ തന്നെ ഉൾപ്പെടുത്തും കേട്ടോ. ലൈംഗിക പീഡനം എന്നതിൽ തന്നെ ഉൾപ്പെടുത്തും. പിന്നെ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് സ്വന്തം കുട്ടിയുടെ വസതിയിൽ വെച്ച് തന്നെ എന്ത് ചെയ്യണം? കുട്ടിയുടെ വസതിയിൽ വെച്ച് തന്നെ മൊഴി രേഖപ്പെടുത്തണം കേട്ടോ. മൊഴി രേഖപ്പെടുത്തണം. സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത വ്യക്തി ആയിരിക്കണം. അതും ഒരു വനിതാ പോലീസ് ഓഫീസറും കൂടി ആയിരിക്കണം മൊഴി എടുക്കേണ്ടത്. പിന്നെ യൂണിഫോമിൽ ആയിരിക്കരുത് അല്ലെ? യൂണിഫോമിൽ ആയിരിക്കരുത്. പിന്നെ കുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല. അത് ആര് സംരക്ഷിക്കണം? പോലീസ് ഉദ്യോഗസ്ഥൻ സംരക്ഷിക്കണം. ഓക്കെ ആണോ? ഇനി എത്ര മണിക്കൂറിനുള്ളിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പോലീസ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എത്ര മണിക്കാ? റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ തന്നെ റിപ്പോർട്ട് ചെയ്യണം. ഇനി ഒരു കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് പറയുന്ന പോക്സോ ആക്ടിലെ വകുപ്പ് ഏതാണ്? 27 ആണ്. ഒരു വൈദ്യപരിശോധന നടത്തുമ്പോൾ അതിലെ നടപടിക്രമങ്ങൾ എന്താണ്? 1973 164A വകുപ്പ് പ്രകാരമാണ്. 1973 ക്രിമിനൽ നിയമത്തിലെ സെക്ഷൻ 164
എ പ്രകാരം നടപടിക്രമം നടത്തും. ഒന്നുമില്ലെങ്കിൽ രക്ഷിതാവിന്റെ സാന്നിധ്യത്തിൽ, അല്ലെങ്കിൽ കുട്ടിയുടെ വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ. ഇവരുടെ രണ്ടാളുടെയും അഭാവത്തിലാണെങ്കിൽ മെഡിക്കൽ സ്ഥാപനത്തിന്റെ തലവൻ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു സ്ത്രീയുടെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യും? വൈദ്യപരിശോധന നടപ്പിലാക്കും. അടുത്ത പോയിന്റ് നമ്മൾ ഇതിൽ പഠിച്ചത്, അടുത്തത് സ്പെഷ്യൽ കോർട്ടായിട്ട് കണക്കാക്കുന്നത് കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ളത് സെഷൻസ് കോടതിയാണ്. ഏതാണ്? സെഷൻസ് കോടതിയാണ്. ഇനി പോക്സോ നിയമത്തിന്റെ വകുപ്പ് 3 എന്താണ് പറയുന്നത്? നുഴഞ്ഞു കയറുന്ന ലൈംഗിക ആക്രമണത്തിന്റെ നിർവചനത്തെ കുറിച്ച് പറയുന്നു. നുഴഞ്ഞു കയറുന്ന ലൈംഗിക അതിക്രമത്തിന്റെ നിർവചനത്തെ കുറിച്ചിട്ട് പറയുന്നു. നുഴഞ്ഞു കയറുന്ന ലൈംഗിക അതിക്രമത്തിന്റെ നിർവചനത്തെ കുറിച്ചിട്ട് പറയുന്നു. മനസ്സിലായോ? ഇപ്പൊ നോക്ക് നിങ്ങൾ നോക്ക്, 10-20 പോയിന്റോളം നമ്മൾ കണ്ടോ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടോ? ഇതാണ്ടോ ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ പഠിച്ചു? ഇത് മുഴുവൻ പ്രീവിയസ് അല്ലേ? ഇത് മുഴുവൻ ചോദിച്ചതല്ലേ? ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ പോക്സോയിൽ നിന്നും ചോദിച്ചു എന്നിപ്പോ മനസ്സിലായോ? ആ സ്ഥാനത്ത് നമ്മൾ ഒരു പാരഗ്രാഫ് ഇരുന്ന് പഠിച്ചു, അടുത്ത പാരഗ്രാഫ് ഇരുന്ന് പഠിച്ചു. PSC എങ്ങനെ ചോദിച്ചു? ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഫുൾ എടുത്ത് വർക്കൗട്ട് ചെയ്യാൻ വെക്കാം, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കും. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യില്ല, പോക്സോ ആക്ടിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് നമുക്ക് വീണ്ടും മറക്കും. ഇപ്പൊ നോക്ക്, പോക്സോ ആക്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ? കണ്ടോ? ചോദ്യങ്ങളുടെ രീതി മനസ്സിലായോ? PSCക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ ഇഷ്ടം, ചോദിക്കാൻ എങ്ങനെയാണ് ഇഷ്ടം? കണ്ടോ? ഒരു ടോപ്പിക് എടുത്താൽ PSCയുടെ ചോദ്യ രീതി എന്താണ്? കണ്ടോ? അപ്പൊ ഇങ്ങനെ പഠിച്ചു വെക്കണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ PYQല് 1ഉം 2ലും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ഒരു പോക്സോ ആക്ട് പ്രകാരം ഗൗരവമായ കുറ്റങ്ങൾ ഏതൊക്കെയാണ്? ഗൗരവമായ കുറ്റകൃത്യങ്ങളിൽ വരുന്നത് പോക്സോ ആക്ടിൽ ഏതൊക്കെയാണ്? ഒന്നിലധികം തവണ കുട്ടിക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമണം, അതുപോലെ ഒരു കുട്ടിക്ക് നേരെ സംഘം ചേർന്നിട്ട് കടന്നുകയറ്റത്തിലുള്ള ലൈംഗിക ആക്രമണം ഒക്കെ ഗൗരവമായിട്ടുള്ള കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ശിക്ഷ ഏതുവരെ പോകും? വധശിക്ഷ വരെ ഇതിലേക്ക് പോകും കേട്ടോ. ഒന്നിലധികം തവണ കുട്ടിക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങളും സംഘം ചേർന്നിട്ടുള്ള ആക്രമണം ഒക്കെ ഗൗരവമായിട്ടുള്ള കുറ്റകൃത്യത്തിൽ വരുന്നതാണ്. ഇനി രണ്ടാമത്തത് പഠിച്ചോ? 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷ നൽകുന്നത് ഏത് സമയത്താണ്? 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷ നൽകുന്നത്, ശിക്ഷയും പിഴയും ഒക്കെ നൽകുന്നത് 16 വയസ്സിന് താഴെയുള്ള കുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ആക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷ ലഭിക്കുന്നത്. അടുത്തത് പരാതി, 2012 പോക്സോ ആക്ട് പ്രകാരം പരാതി കെട്ടിച്ചമച്ചതോ തെറ്റായ വിവരമോ ആണെങ്കിൽ ആർക്ക് കുറ്റമുണ്ടാകില്ല? ഒരു 18 വയസ്സിന് താഴെയുള്ള കുട്ടിക്കാണെങ്കിൽ ഒരു ശിക്ഷയും ഉണ്ടാകില്ല. ഇപ്പൊ ഞാൻ ഒരു മുതിർന്ന വ്യക്തിയാണ്, എൻ്റെ പരിസരത്തുള്ള ഒരു 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി എനിക്കെതിരെ ഞാൻ വേറൊരു കുട്ടിയെ ലൈംഗികമായി അതിക്രമിച്ചു എന്ന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി 18 വയസ്സിന് താഴെയാണെങ്കിൽ അതിനൊന്നും ശിക്ഷിക്കില്ല. ആ സ്ഥാനത്ത് 18 വയസ്സിന് മീതെയുള്ള ഒരു വ്യക്തിയാണ് എനിക്കെതിരെ എന്നെ അപമാനിക്കണം എന്ന രീതിയിൽ പരാതി കെട്ടിച്ചമച്ച് തെറ്റായ വിവരങ്ങളൊക്കെ നൽകുകയാണെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് ശിക്ഷ കിട്ടും. 6 എനിക്കല്ല ശിക്ഷ കിട്ടുക അല്ലെ? ആരാണ് എനിക്കെതിരെ 18 വയസ്സിനായ മീതെ ചെയ്തിരിക്കുന്നത് അവർക്ക് 6 മാസം തടവും ശിക്ഷയും പിഴയും ലഭിക്കും. ഇനി 2012 പോക്സോ ആക്ട് ബാധകമാകുന്നത് ഇന്ത്യ മുഴുവൻ, അല്ലാണ്ട് ജമ്മു കാശ്മീരിൽ ഒഴികെയൊന്നുമല്ല. ജമ്മു കാശ്മീർ ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു, ഈ ജമ്മു കാശ്മീർ ഒഴികെയെന്നില്ല, ഇന്ത്യ മുഴുവൻ പോക്സോ നിയമം ബാധകമാണ്. എത്ര സമയത്തിനുള്ളിലാണ് പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം 24 അവറിനുള്ളിൽ. കാരണം ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട്. കാരണം പ്രവൃത്തിയുടെ 24 മണിക്കൂർ ഓപ്ഷനാണ്. റിപ്പോർട്ട് ലഭിച്ച 24 മണിക്കൂർ, കുറ്റകൃത്യത്തിന്റെ 24 മണിക്കൂർ, റിപ്പോർട്ട് ലഭിച്ച 48 മണിക്കൂർ. കണ്ടോ? അപ്പൊ അവിടെ കുറ്റകൃത്യമാണോ പ്രവൃത്തിയാണോ എന്ന് കൺഫ്യൂഷൻ വരാൻ പാടില്ല. റിപ്പോർട്ടാണ്. റിപ്പോർട്ട് ലഭിച്ച 24 മണിക്കൂറിന്റെ ഉള്ളിലാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പോലീസ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. കേൾക്കുണ്ടോ? ഇനി അടുത്തത് അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള റിപ്പോർട്ട് പറയുന്നത്?
ഏതാണ് ഏതാണ് വിഭാഗം 14 കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അശ്ലീലാവശ്യങ്ങൾക്ക് കുട്ടിയെ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് വകുപ്പ് 14 വകുപ്പ് 14 ഓക്കെ ആണോ? ഇനി അടുത്തത് പോക്സോ നിയമം 28 എന്ത് പറഞ്ഞു? പ്രത്യേക ശിശു സൗഹാർദ്ദ കോടതികളിലെ ശിശു സൗഹാർദ്ദ കോടതികൾ ഓരോ ജില്ലയിലും സ്ഥാപിക്കണം. വകുപ്പ് 27 പറഞ്ഞു വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പോക്സോ ആക്ട് നിലവിൽ വന്നത് എപ്പോഴാണ്? 2012. പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012 ഇനി ഈ 2012 പോക്സോ ആക്ട് പ്രകാരം കുറ്റം അല്ലെ നമ്മുടെ കോടതിയുടെ വിചാരണ കഴിയും അല്ലെ, കോടതിയുടെ വിചാരണ ചെയ്ത ശേഷം ആ ഇരയായ കുട്ടി ഉണ്ടാവും അല്ലെ, തെളിവുകള് ഏത് സമയപരിധിക്കുള്ളിലാണ് രേഖപ്പെടുത്തേണ്ടത്? പ്രത്യേക കോടതിയുടെ വിചാരണയ്ക്ക് ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകള് എത്ര സമയപരിധിക്കുള്ളിലാണ് രേഖപ്പെടുത്തേണ്ടത്? എത്രയാണ് നമ്മൾ പറഞ്ഞത്? 30 ദിവസത്തിനുള്ളിൽ തന്നെ രേഖപ്പെടുത്തണം അല്ലേ? 30 ദിവസത്തിനുള്ളിൽ തന്നെ രേഖപ്പെടുത്തണം. ഓക്കെ, പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? 18 ഏജിന് താഴെയാണ്. പോക്സോ നിയമം നിലവിൽ വന്നത് 2012 ആണ് അല്ലെ. 18 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ് പോക്സോ നിയമത്തില് പറയുന്നത്. ഇനി അടുത്തത് 2015 ജുവൈനൽ ജസ്റ്റിസ് നിയമപ്രകാരം 2015 ജുവൈനൽ ജസ്റ്റിസ് നിയമപ്രകാരം ജുവൈനൽ എന്നതിന്റെ അർത്ഥം എന്താണ്? ജുവൈനൽ എന്നതിന്റെ അർത്ഥം എന്താണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടി തന്നെയാണ് കേട്ടോ. 18 വയസ്സിന് താഴെയുള്ള കുട്ടി തന്നെയാണ് ജുവൈനൽ എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. 2012 പോക്സോ നിയമത്തിൽ എത്ര വകുപ്പുകളുണ്ട്? പോക്സോ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം അപ്പൊ അറിയേ. റിവിഷൻ ആണ്, നിങ്ങൾക്ക് ഞാൻ റിവിഷൻ തരികയാണ്. ഇത് വീണ്ടും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ 1-ാമത്തെ ക്ലാസ്സിലും 2-ാമത്തെ ക്ലാസ്സിലും എടുത്ത ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. പറയൂ, എത്ര വകുപ്പുകളുണ്ട്? 46 വകുപ്പുകളുണ്ട് അല്ലേ? റിവിഷൻ ചെയ്യുമ്പോൾ നന്നായി ഓർമ്മ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? 46 വകുപ്പുകളുണ്ട്. പിന്നെ ആർക്കെതിരെയാണ് ഒരു പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുക? പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത് പോക്സോ ആക്ട് 2000 പ്രകാരം പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുക ഏത് സന്ദർഭത്തിലാണ്? അതായത് ആ ഒരു കുട്ടിയെ ലൈംഗികമായി അതിക്രമിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രേരിപ്പിച്ചു വിടുക അല്ലെ, അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം എന്ത് ചെയ്യുക, അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. ഇവരെയൊക്കെ എന്ത് ചെയ്യും? പ്രേരണ കുറ്റത്തിന് പോക്സോ ആക്ട് 2012 പ്രകാരം കേസെടുക്കും. ഓക്കെ, ഇനി കുട്ടിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടുമോ? കുട്ടിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടുമോ? ഇല്ല. മൊഴിയെടുക്കുന്നത് കുട്ടിയുടെ എവിടെ വെച്ചിട്ടായിരിക്കണം? താമസ സ്ഥലത്ത് വെച്ചിട്ടായിരിക്കണം. യൂണിഫോമിൽ ആയിരിക്കരുത്. കുട്ടിയെ രാത്രി തടങ്കലിൽ വെക്കാൻ പാടില്ല. രാത്രി പകലില്ല, രാത്രി തടങ്കലിൽ വെക്കാൻ പാടില്ല. മനസ്സിലായോ? ഇനി 2024 ബാലവേലയ്ക്കെതിരെ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന് ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്ത്യയുമായിട്ട് സഹകരിച്ചത്? ഏതാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. പറയൂ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ILO അല്ലെ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന സംഘടനയാണ് 2024 ബാലവേലയ്ക്കെതിരെ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന് ഇന്ത്യയുമായിട്ട് സഹകരിച്ചത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി CWCയില് എത്ര അംഗങ്ങൾ ഉണ്ട്? എത്രയാണ് പറഞ്ഞത്? 5 അംഗങ്ങൾ. ഒരു ചെയർപേഴ്സൺ പ്ലസ് 4 അംഗങ്ങൾ, അങ്ങനെ ടോട്ടൽ 5 അംഗങ്ങളാണ് CWCയില് ഉള്ളത്. ഭേദഗതി ചെയ്തത് 2012 പോക്സോ ഭേദഗതി ചെയ്തത് 2019.
ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പോക്സോ ആക്ട്? വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ്. 2019 ബില്ല് അവതരിപ്പിച്ചത് ആരാണ്? പോക്സോ ആക്ട് അവതരിപ്പിച്ചത് ആരാണ്? സ്മൃതി ഇറാനിയാണ് കേട്ടോ. സ്മൃതി ഇറാനിയാണ്. ഓക്കെ. ഇനി 2012 പോക്സോ ആക്ട് പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോ. 2012 പോക്സോ ആക്ട് നിലവിൽ വന്നത് ഏതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? ആർട്ടിക്കിൾ ഏതാണ്? 15 ആർട്ടിക്കിൾ പ്രകാരമാണ്. 15 ആർട്ടിക്കിൾ പ്രകാരമാണ് 2012 പോക്സോ ആക്ട് നിലവിൽ വന്നത്. ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ എന്താണ്? ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതര കുറ്റകൃത്യം എന്നാൽ എന്താണ്? അതീവ ഗുരുതര കുറ്റകൃത്യത്തിന് എന്താണ് ശിക്ഷ ലഭിക്കുക? മിനിമം 7 വർഷം വരെ തടവ്, അല്ലെ? 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അതീവ ഗുരുതര കുറ്റകൃത്യത്തിനുള്ളത്. 7 വർഷം വരെയാണ്. 16 വയസ്സിന് താഴെയാണെങ്കിൽ 20 വർഷം, അല്ലെ? 20 വർഷത്തിൽ കുറയാത്തതാണ്. അതിൽ കൂടെയുള്ളൂ, കുറയില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ പോക്സോ എന്ത് ചെയ്തു? നമ്മള് കംപ്ലീറ്റ് ഫുള്ള് നമ്മള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നാളെ സിനോണിയംസ് 2021-25 ഫുൾ സിനോണിയംസും നാളത്തെ ക്ലാസ്സും നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അപ്പോ സിനോണിയംസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ മലയാളത്തിലെ ഒരു ക്ലാസ്സിലേക്ക് പോകും. ഇംഗ്ലീഷിലെ ആന്റോണിയം എടുക്കും, ക്വസ്റ്റ്യൻ ടാഗ് എടുക്കും, കൺഫ്യൂസിംഗ് വേർഡ്സിൽ വന്ന ക്വസ്റ്റ്യൻസ് എടുക്കും, ആക്റ്റീവിൽ എടുക്കും, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എടുക്കും. അങ്ങനെ ഓരോരോ ടോപ്പിക് തീർത്ത് തരും. നിങ്ങളുടെ സപ്പോർട്ട് അതില്ലാതെ മക്കളെ, ഇല്ലെങ്കിൽ ഞാൻ നിർത്തും, അടുക്കി വെച്ച് നിർത്തേണ്ടി വരുവേ. ഞാൻ ഒരിക്കലും വെറുതെ പറഞ്ഞ് നിർത്തും പറയല്ല. കാരണം ഇത്രയും റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഇടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. നല്ല റിസ്ക് എടുത്താലേ നമുക്ക് അതിന് ഇതാവണം. അപ്പൊ നിങ്ങളുടെ ഒരു എഫക്റ്റും കൂടി ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഡെസ്പ് ആവും. ഓക്കെ. നന്നായിട്ട് പഠിക്കട്ടോ, നന്നായിട്ട് പഠിച്ചു മാറ്റിക്കോ. ഇപ്പൊ കണ്ടോ പോക്സോ ആക്ട് കണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഈശ്വര എങ്ങനെയൊക്കെ പോക്സോ പഠിക്കാൻ പറ്റില്ലേ? ഒരു PDF ഇരുന്നിട്ട് ഇങ്ങനെ പഠിക്കണക്കാട്ടി നല്ലേ. നോക്ക് എത്ര ക്വസ്റ്റ്യൻ പഠിച്ചു. ഇനി എങ്ങനെ PSC ചോദിച്ചാലും പോക്സോയിൽ നിന്ന് നിങ്ങൾ ചെയ്യും, ഉറപ്പാണ് ചെയ്യും. കാരണം ഇത് 10ാം ക്ലാസ് നിലവാരത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്, 7ാം ക്ലാസ് നിലവാരത്തിൽ ചോദിച്ചത് എടുത്തു, +2 എടുത്തു, ഡിഗ്രി ലെവൽ എടുത്തു. ഇനി ഡിഗ്രി ലെവൽ ഇതിലില്ലേ? +2 ലെവലിന്റെ വേറെ ചെയ്യാനൊന്നും ചോദിക്കണ്ട കേട്ടോ മക്കളെ. എല്ലാം ഇതിലുണ്ട് കേട്ടോ, എല്ലാം ഇതിലുണ്ട്. ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്തത് നമുക്ക് കാണാം. താങ്ക് യു.